ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള ആരോഗ്യം ഇല്ല. കാരണം അയാളുടെ കയ്യിലുള്ള വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളവരും ഇവർ ഭയപ്പെടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അയാളെ ഏറ്റവും കൂടുതൽ പിന്താങ്ങി അയാളെ ഈ പദവിയിൽ എത്തിച്ച, നിമിഷനേരം കൊണ്ട് അയാളെ ഉന്നതങ്ങളിൽ എത്തിച്ച ചില ആളുകൾ, ചില ഉന്നത നേതാക്കന്മാരെ ഇയാളെ ഭയക്കുന്നുള്ളതിന്റെ ഏറ്റവും ഒരു തെളിവാണ്. അല്ലെങ്കിൽ ഇത്രയ്ക്കും വലിയൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള കേരളത്തിലെ നിരനിരയായി സ്ത്രീകളെ അപമാനിച്ച് അധിക്ഷേപിച്ചും ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചും കൊല ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയ ഒരു MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് നട്ടലില്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി എത്താൻ കാരണം ഈ രീതിയിലുള്ള ഭയമാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ദേശീയ തലത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി ബീഹാറിൽ വോട്ട് അവകാശം നേടിയെടുക്കാനുള്ള 30-ാം തീയതി വരെയുള്ള ഒരു വലിയ പര്യടനത്തിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ബീഹാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പര്യടനത്തിൽ പങ്കാളികളാകാനും അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യാനും. അങ്ങനെ ഒരു വലിയ മുന്നേറ്റം ദേശീയ തലത്തിൽ നടക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞൊരു വ്യക്തിയും അതിലും വാർത്താ പ്രാധാന്യത്തിലുള്ള ദേശീയ മാധ്യമങ്ങളിൽ ഇയാളുടെ അഴുക്ക് കലർന്ന പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ ഇടം പിടിക്കുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതിൽ അധികം ദേശീയ തലത്തിൽ അപമാനപ്പെടാറുണ്ടോ? എന്നിട്ടും അയാളെ 6 മാസത്തേക്ക് പാർട്ടിയുടെ അംഗത്തു നിന്ന് മാത്രം സസ്പെൻഡ് ചെയ്തെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതരായ ചില നേതാക്കളുടെ ഇയാളുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ നമ്മൾ സംശയിക്കണം, ഭയക്കണം. അതായത് വസ്തുത എന്ന് പറയുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇയാളുടെ ചിത്രം വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്, ഏറ്റവും അടുത്ത ആളെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ BJP അവരുടെ വെബ്സൈറ്റിൽ, അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധിനെ ഇയാളോട് കമ്പയർ ചെയ്യാൻ മാത്രം എന്ത് താരതമ്യമുള്ള ആ രീതിയിൽ രാഹുൽ ഗാന്ധിനെ പോലും ദേശീയ തലത്തിൽ വേട്ടയിടാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭരണകക്ഷിയായ ഒരു പാർട്ടിക്ക് ഒരു വേട്ടപ്പട്ടിയെ പോലെ ഇട്ടുകൊടുത്തതിലെ മുഖ്യ പങ്ക് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനോട്? പബ്ലിക്കിന് മുമ്പിൽ ഒരു ഭീകരനായി, ഒരു ടെററിസ്റ്റിനേക്കാളും വലിയ ഒരു പ്രതിഷേധം നിൽക്കുന്ന ഒരു സ്ത്രീ വേട്ടക്കാരനെ പുറത്തു വന്നിരിക്കുന്ന ചെറിയ വിവരങ്ങൾ മാത്രമാണെങ്കിൽ പോലും ഭയപ്പെടുത്തുന്നതാണ് കേരളത്തിലെ സ്ത്രീകളെ. അങ്ങനെയുള്ളൊരു വ്യക്തിനെ രാജിവെപ്പിക്കാതെ കണ്ട് ഇവർ സസ്പെൻഷൻ ഒതുക്കിയെന്ന് പറഞ്ഞാല് ഇവരിൽ പലർക്കും ഇയാളുമായിട്ട് ഇവരിൽ പലരും ഇയാളെ ഭയക്കുന്നുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ? അതാണുള്ള വസ്തുത എന്ന് പറയുന്നത്. എന്നിട്ട് ഇവർ ന്യായീകരിക്കുകയാണ്. CPM നടപടി എടുത്തില്ല. CPM നടപടി എടുത്തോ BJP നടപടി എടുത്തോ അവരുടെ നേതാക്കന്മാരെ കുറിച്ചല്ലല്ലോ. ഇവരെന്ത് ചെയ്യുന്നുള്ളല്ലേ കേരളം നോക്കണം. ഇതുപോലത്തെ ഒരു ആഭാസനെ ഏതെങ്കിലും CPMന്റെയോ BJPയുടെയോ, ഞാൻ BJP വെള്ളപൂശാൻ ശ്രമിക്കുന്നതല്ല, കേരളത്തിൽ ചുമന്നിട്ടുണ്ടോ? ദേശീയ തലത്തിൽ BJPക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പൊ പ്രജിൽ ദേവണ്ണയായാലും ബ്രിജ്ഭൂഷണാണെങ്കിലും. പക്ഷെ അങ്ങനെയല്ലല്ലോ ഈ സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, കേരളം പോലെ സംസ്ഥാനത്തിന് ബാധ്യതയായി മാറിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരനെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാനായിട്ടുള്ള ചങ്കൂറ്റോ നട്ടല്ലോ ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. VD സതീശൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഷാഫി പറമ്പലിന്റെയും മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴുവാണ്. VD സതീശൻ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞേ? മാധ്യമങ്ങൾ റിപ്പോർട്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കടുത്ത നടപടി എടുക്കും, പുറത്താക്കും എന്നുള്ള രീതിയിലൊക്കെ പ്രതികരിച്ചെന്നാ പറഞ്ഞേ. എവിടെ പുറത്താക്കി? അപ്പൊ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് കോൺഗ്രസ് ദേശീയ തലത്തിൽ വലിയ വില കൊടുത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും കേട്ടുകേൾപ്പില്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തി നിയമസഭയിൽ പ്രവേശിച്ചതിന്റെ ഉത്തരവാദിത്വം ഈ കോൺഗ്രസിനാണെന്നുള്ള രീതിയിൽ തന്നെ രാഹുൽ ഗാന്ധി, ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന നേതാവാ രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിക്ക് പോലും അപമാനം ഉണ്ടാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ ഇയാളെ അല്ലെങ്കിൽ ഈ രീതിയിൽ ഇയാളെ കൊണ്ട് ഈ രീതിയിൽ ഒരു ഉപകരണമാക്കി മാറ്റിയതിന് ഉത്തരവാദിത്വം ഈ കോൺഗ്രസ് പാർട്ടിക്ക് മാറാൻ പറ്റത്തില്ല. 6 മാസം കഴിഞ്ഞ് അയാൾ തിരിച്ചെടുക്കും. പൂർവാധിക ശക്തിയോടെ അയാൾ തിരിച്ചു വരാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പക്ഷെ ചോദ്യം അതല്ല. 6 മാസത്തേക്കാണെങ്കിൽ പോലും വേണ്ടാത്ത ഈ മനുഷ്യനെ പിന്നെ ആർക്ക് വേണം? കേരള നിയമസഭയിൽ പാർട്ടിയില്ലാത്ത ആളായിട്ട് കേരള നിയമസഭയിൽ ഇയാൾക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഇയാൾ എങ്ങനെയാണ് ഇനിയിപ്പോ ഒരു വിജയിച്ച പാർട്ടിയുടെ ആളല്ലാതെ എങ്ങനെയാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ജനങ്ങളെ ഈ മനുഷ്യൻ അപകരിക്കുന്നത്? സ്വന്തം പാർട്ടിക്ക് വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിച്ച സ്വന്തം പാർട്ടിക്ക് ഇയാളെ വേണ്ടെങ്കിൽ പിന്നെ പാലക്കാട് ജനങ്ങൾക്ക് ഇയാളെ എന്തിനു വേണമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്ട് മുഖം നഷ്ടപ്പെട്ട അവസ്ഥയില്ല. അതിനകത്ത് നല്ല നേതാക്കന്മാരുണ്ട്, നല്ല പാർട്ടിയോട് സ്നേഹമുള്ള, ദേശീയതയിൽ വിശ്വസിക്കുന്ന, സന്മാർഗപരമായി ജീവിക്കുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ഈ കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും. അവരൊക്കെ ഇനി എന്ത് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അവതരിക്കും?
അവർ കതർ മാറി ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് പോകേണ്ട ഗതികേട്ടിലേക്കല്ലേ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ കേരളത്തിൽ അവരുടെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ആരെങ്കിലും ഇത് CPM അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുവന്ന വിഷയമാണോ? ഇത് അവരുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്ന കാര്യങ്ങളല്ലേ വസ്തുതകൾ. പിന്നെ ഇയാൾ കോടിക്കണക്കിന് രൂപ ദുരന്ത മുഖത്തു നിന്ന് പിരിച്ചെടുത്തില്ലേ ജനങ്ങളിൽ നിന്നും അവർക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ അവിടെ പോയി, ആ പണം അവിടെ പോയി. ഇയാൾ 5 സ്റ്റാർ ഹോട്ടലിൽ സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്തോ? ഇതെല്ലാം ഇനി കേരളം അറിയണം. അത് അറിയാതെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അടക്കത്തില്ല. അതിനോട് മറുപടി പറയാൻ ഈ പാർട്ടി ബാധ്യസ്ഥരാണ്. അതാണ് ഇപ്പൊ കേരളത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേര് പറയുന്നതിന് പോലും അറയ്ക്കുന്ന ഒരു സമൂഹമായി കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. അതിന് ഉത്തരവാദിത്വം ഈ കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം. ഇതിപ്പോൾ പാർട്ടിയെ മുഴുവനായി തന്നെ നാണം കെടുത്തുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഇത്രയും വലിയൊരു സ്ത്രീ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇതെല്ലാം ഒരു മാനിപ്പുലേറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും അയാൾക്ക് ആ MLAക്ക് എന്തായാലും ഒരു നിയമ നടപടിയെ മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ആ തലത്തിലേക്കും പോകുന്നില്ലല്ലോ. അതിന്റെ അർത്ഥം ഇതെല്ലാം സത്യമാണ് എന്നുള്ള തലത്തിലേക്ക് തന്നെയല്ലേ വരുന്നത്. അത് മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പ്, ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി, രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കൂടി ജനങ്ങളെ കൊണ്ട് എത്തിക്കേണ്ട പാർട്ടി എന്നുള്ള തലത്തിലേക്ക് കൂടി വന്നതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷനിൽ ഒതുക്കിയതെന്നും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആരോപണ വിധേയനാണോ ഒരു നാടിനെ നയിക്കേണ്ടത്? അത് തീർച്ചയായിട്ടും ആ ചോദ്യമാണ് ഇപ്പൊ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ പോലും ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികതയുടെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് ഈ ചോദ്യത്തിന്റെ പിൻബലത്തിലാണ്. ഇയാളെ രാജിവെപ്പിച്ചിട്ട് ജനങ്ങളുടെ മേലൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നത് അത് അപഹാസ്യമായ ചിന്തയല്ലേ? കാരണം ജനങ്ങളെ ഇയാളെ രാജിവെപ്പിച്ചതിന്റെ പേരിൽ ജനങ്ങളെ എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത്? ഇയാളെ രാജിവെപ്പിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും അവരുടെ വനിതാ നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ പ്രാഥമികമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും അയാളെ മാറ്റി നിയമസഭയിൽ പ്രവേശിപ്പിക്കാതെ കൊണ്ട് അയാളെ കേരളത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അയാളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ആ പാർട്ടി ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിനെ വായിക്കുന്ന അവർ തോറ്റു പോകുന്നുണ്ടോണ്ട്, അല്ലാണ്ട് മറ്റു ജനങ്ങളുടെ പ്രതിബദ്ധമുണ്ട്. അവർ പരാജയപ്പെടുന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ ആ രീതിയിലുള്ള വേർഷമായിട്ട് വരുന്നത്. ഒരു കാര്യം ഉറപ്പ് തന്നെ നമുക്ക് അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ഒരിക്കൽ പോലും ചേരുവയിൽ ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്തരേന്ത്യ പോലും കേട്ടുകേൾവിയില്ലാത്ത ഈ പറയുന്ന അധമക്കൂട്ടത്തിന്റെ നേതാവായ ഈ മനുഷ്യൻ ഇന്ന് സ്ത്രീജനങ്ങളെ ആ പാർട്ടിയിലെ തന്നെ മുഖ്യധാരയിൽ അല്ലെ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ ഇയാൾക്കെതിരെ പ്രതികരിച്ച സ്ത്രീകളെ MLAമാരെ പോലും വലിയ രീതിയിലുള്ള സൈബർ വെട്ടുക്കിളിക്കൂട്ടത്തിന്റെ ആക്രമണത്തിന് ഇയാൾ വിട്ടുകൊടുത്തിരിക്കുന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പൊ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് ഒരു ബാധ്യതയായി, ഒരു ഭീഷണിയായി ഇയാളും ഇയാളുടെ ചെറു സംഘവും മാറിയിരിക്കുന്നു. അതിനെതിരെ കേരള പൊതുസമൂഹം ഒറ്റയ്ക്ക് ശബ്ദം ഉയർത്തണം. ഇല്ല എങ്കിൽ ഭീകരമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഇയാളും സംഘവും കേരളത്തിൽ വിളയാടും. അതിനുള്ള അവസരം ഉണ്ടാകില്ല കേരളത്തിൽ. കാരണം കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും വളരെ ജാഗ്രതയോടെ നിൽക്കുന്നുള്ള കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.